ഇന്നൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ബ്രെഡ് പീസസും അതുപോലെ പുഴുങ്ങിയ മുട്ടയുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ കയ്യിൽ സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ സാധാ ഫ്രൈ പാനിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഞാനിവിടെ ഫ്രൈ പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി കൊത്തി അരിഞ്ഞതാണ്, നീളത്തിലൊന്നും അരിയേണ്ട ആവശ്യമില്ല. ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇതിന് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റണം. അതായത് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതി, പെട്ടെന്നായി കിട്ടും. അങ്ങനെ നമ്മുടെ ഉള്ളി ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, അത്രയും ചേർത്തിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ മതിയാവേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുക്കായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണേ. ഇപ്പോൾ നമ്മുടെ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ആ പച്ചമണക്കം ഒന്ന് മാറുന്നവരെ. അപ്പം പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിൽ ആദ്യം ഫസ്റ്റ് ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മസാലക്ക് കണക്കാക്കിയിട്ടുള്ള ഉപ്പ് ഈ ഒരു ടൈമിൽ കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുട്ടയാണ്. ഞാനിവിടെ 3 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. നല്ല ചെറിയ പീസസായിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് വേണ്ടത്. ഇത് നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ടൈമിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ എരിവിൻ്റെ അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇല്ലേ, കുരുമുളക് പൊടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ അതാ ഞാനിവിടെ സാൻഡ്വിച്ച് മേക്കർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാൻഡ്വിച്ച് മേക്കറോ ഫ്രൈ പാനോ നിങ്ങൾക്ക് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ട 1-2 എടുക്കുക. അത് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ സാൻഡ്വിച്ച് മേക്കർ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഫ്രൈ പാൻ എന്നെങ്കിൽ ഫ്രൈ പാനും ഒന്ന് ചെറിയ തീയിൽ വെക്കുക. എന്നിട്ട് കുറച്ച് ഗീയോ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്രൗൺ പാർട്സൊക്കെ റിമൂവ് ചെയ്ത നമ്മുടെ ബ്രെഡ് പീസസ് ഒരു സൈഡ് മാത്രം ആ എഗ്ഗ് ബീറ്റ് ചെയ്തതില്ലേ അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ സാൻഡ്വിച്ച് മേക്കറിൽ വെച്ച് കൊടുക്കുക. ഫ്രൈ പാനിൽ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബ്രെഡ് വെക്കേണ്ട ആവശ്യമില്ല. ഫില്ലിങ് എല്ലാം വെച്ചിട്ട് ഫ്രൈ പാനിൽ ഡയറക്റ്റ് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു സ്ലൈസ് ബ്രെഡ് കൂടി മുട്ടയിൽ മുക്കിയെടുക്കണം. അത് ആദ്യം ചെയ്ത പോലെ തന്നെ 2 സൈഡും ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു സൈഡ് മാത്രം ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അതായത് മുട്ട ആവാത്ത ഭാഗം ഉൾഭാഗത്ത് വരുന്ന വിധത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതുപോലുള്ള സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഫ്രൈ പാനിലാകുമ്പോൾ അങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷെ നല്ലൊരു പെർഫെക്റ്റായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു സാൻഡ്വിച്ച് മേക്കർ നല്ലതാണ്. കണ്ടില്ലേ, നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഒന്ന് മതിയാവും നമുക്ക് വയറ് ഫുള്ളാകാൻ വേണ്ടിയിട്ട്. ശരിക്കും നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ഇത് ഉണ്ടാക്കിയാൽ 1-2 കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളായിക്കോളും.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് പ്ലീസ് ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.